രണ്ടര കിലോ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ വേറെന്താ പച്ചക്കറിയൊക്കെ വാങ്ങി എല്ലാം സെറ്റാ. അരിയുണ്ട്. മീൻ എത്രയാ വേണ്ട? ആണോ? അയക്കൂറയ്ക്ക് എന്താ വില? അയക്കൂറ 1 കിലോ 900 രൂപ സാർ. 1 കിലോ 900 അല്ലേ? പിന്നെ വലിയ മാന്തണ്ട്. വലിയ മാന്ത അതൊന്ന് കട്ട് ചെയ്ത് തരൂ. ചോദിക്കുന്നതാ വലിയ മാന്ത. നമുക്ക് ഒരു കാര്യം ചെയ്യാം, 2 കിലോ അയക്കൂറ എടുക്കാം. ഓക്കെ. 2 കിലോ മാന്തി. ഓക്കെ. അല്ലേ ഇതൊക്കെ വാങ്ങിക്കൊണ്ട് നാളത്തെ ബന്ധം ഒക്കെ ആക്കാനാ. അപ്പൊ നാളത്തെ ബന്ധം അടിപൊളിയാക്കാനുള്ള പരിപാടിയാണല്ലേ? 2 കിലോ ചൂണ മുറിച്ചിട്ടുണ്ടേ. എന്താ അടിപൊളിയാക്കണ്ടേ? കൊല്ലത്തിൽ നടക്കുന്ന ഉത്സവമല്ലേ നമ്മളെ? നടക്കുന്ന ഉത്സവമാണ് ബന്ധം അടിപൊളിയാക്കണം. കേരളത്തിൽ മാത്രം നടക്കുന്ന ബന്ധം എന്താ ഭാരത ബന്ധം എന്ന് വിളിക്കുന്നത്? ഭാരതപ്പുഴന്ന് കേട്ടിക്കോ? ഭാരതപ്പുഴ എന്താ ഇന്ത്യ മുഴുവൻ ഇങ്ങനെ ഒഴുകുക? അത് കേരളത്തിൽ മാത്രമേ ഒഴുകുന്നുള്ളൂ. അതുപോലത്തെ ഒരു ബന്ധമാണ് ഈ ഭാരത. നാളെ മീൻ പിടിയെ തുറന്നാലോ ഞാൻ ആലോചിക്കുന്നത്. മീനിന്റെ മണ്ണെണ്ണ ആലോചിക്കൂ. മനസ്സിലായി? തന്നെ ഫ്രീസർ കേടാണ്. നാളെയൊക്കെ മീനങ്ങ് ചീഞ്ഞു പോകല്ലേ? ഇതിലേക്ക് തന്നെ ചീഞ്ഞ് നാറ. പിന്നെ നിങ്ങളെ മീനായി കെട്ടിയാല ഇവിടുന്ന് മീന് അയക്കൂറ ആവലൊക്കെ വാങ്ങി പോയിക്കാ. കുറച്ചു നേരമായി. പച്ചക്കറി വാങ്ങിക്കല്ലോ. വീട്ടിലേക്കാ അത്രയ്ക്ക് വാങ്ങിയോ? അത് ശരി. ഞങ്ങള് കൂലിപ്പണിക്കാർക്കാണ് പണിമുടക്കൊണ്ടൊക്കെ ഉള്ള പ്രശ്നങ്ങൾ. കൊറോണയ്ക്കായിട്ട് കുറെ വീട്ടിലിരുന്നല്ലേ? ഒരു മഹാമാരി വന്നു അങ്ങോട്ട് വിചാരിച്ചാ മതി. എന്നാ ഞാൻ പോട്ടെ, പിന്നെ കാണാം. മീനും ഇറച്ചിയും കൊണ്ടൊക്കെ വരാൻ പറഞ്ഞവൻ എവിടെ പോയി? നേരം രാത്രിയായല്ലോ. ഇനി എപ്പോഴാ ഇതൊക്കെ ഉണ്ടാക്കുക? അമ്മ ഒന്നെടുത്ത് ഫോൺ എടുത്ത് വിളിച്ചു നോക്കി എവിടെ എത്തിന്ന്. ഇനി എവിടെയാ? ഞാന് മറ്റന്നാളെ വരൂ. ഞാന് ഗുണ്ടൽപേട്ടയുള്ളത്. ഇവിടെ പിന്നെ നാളെ പണിമുടക്കല്ലേ? ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും മുഴുവൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങളെ ചെറിയൊരു പാർട്ടിയാണ്. ഞാൻ മറ്റന്നാൾ ഉച്ചയാകുമ്പോൾ എത്തും. ഓനേതോ പാർട്ടിക്ക് പോയതാന്നോലെന്ന്. പാർട്ടിക്ക് എവിടെ? അപ്പൊ നാളെയും മുരിങ്ങയും ജലിയും ചക്കക്കൂരും കറി അല്ലമ്മേ? വാഴക്ക ട്രിപ്പേരിയും